ഹായ്, ഞാനിന്ന് ഇഞ്ചി മുട്ടായി ഉണ്ടാക്കുകയാണ്. ഇത് കുട്ടികൾക്കൊക്കെ നല്ലതാണ്. ചുമയൊക്കെ വന്നാലും വളരെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇഞ്ചിയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് വളരെ സിമ്പിൾ മെത്തേഡാണ്. അത് ഉണ്ടാക്കി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ജലദോഷമോ എന്തെങ്കിലുമൊക്കെ വന്നാൽ കൊടുക്കാൻ നല്ലതാണ്. ശരി, ഞാൻ ഇഞ്ചി മുട്ടായി ഉണ്ടാക്കാൻ പോകുന്നു. ഹലോ, ജിഞ്ചർ കാൻഡീൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് എല്ലാ ജിഞ്ചറിയും ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കരിച്ച് നല്ല തണുത്ത വെള്ളത്തിലിടണം. തണുത്ത വെള്ളത്തിലിട്ട ശേഷം അതിനെ എല്ലാ തൊലി കളഞ്ഞ് നല്ലപോലെ കരിഞ്ഞു വന്നിട്ടുണ്ടാവും. ആ നല്ലപോലെ അതിൻ്റെ മുകളിലത്തെ തൊലിയെല്ലാം കളയണം. തൊലി കളഞ്ഞ ശേഷം അതിനെ നല്ലൊരു വെള്ളത്തിൽ ഒന്നുകൂടെ നമ്മൾ കഴുകണം, എന്നാലേ വൃത്തിയാവുള്ളൂ. ആ തൊലി ഉണ്ടെങ്കിൽ ഒരു കശപ്പുണ്ടാവും. അതുകൊണ്ട് അത് കഴുകിയിട്ട് പിന്നെ എല്ലാം ചെറുതായിട്ട് അതിന് ശേഷം ചെറിയ ഇതായിട്ട് അരിയണം. ഉള്ളൊക്കെ സോഫ്റ്റായിട്ടുണ്ട്, കാരണം നമ്മൾ തീയിൽ വേവിച്ചത് കൊണ്ട് അത് ഉള്ളൊക്കെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോൾ അരിയുമ്പോൾ നല്ല പേസ്റ്റായിട്ട് അരയാൻ എളുപ്പമുണ്ടാവും. മറ്റേ നമ്മൾ പച്ചക്കരയുമ്പോൾ ചിലപ്പോൾ അത് നാരായിട്ടൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇഞ്ചി സോഫ്റ്റായി വരും. ഞാനിതാ എല്ലാ ഇഞ്ചിയും ഇങ്ങനെ ചെറുതായി അരിഞ്ഞു ഇട്ടു. അതിനുശേഷം മിക്സിയിൽ കുറച്ച് 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് എടുക്കണം. ഞാൻ പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അതിനെ ഒരു ഭാഗത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഒരു കുരുമുളക് എല്ലാം 1/4 സ്പൂൺ കുരുമുളക്, 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ അജ്വാനൊക്കെ വയറ്റിന് നല്ലതാണ്. പിന്നെ അതിനിങ്ങനെ നമ്മളൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ മണവും ഉണ്ടാവും, പൊടിക്കാനും എളുപ്പമായിരിക്കും. ഞാൻ ഒരുപാട് നേരം ആക്കണ്ട, കുറച്ച് നേരം ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്യുക. ഇതിനോടൊപ്പം ഇന്ദുപ്പ്, മഞ്ഞൾപ്പൊടി, ഡ്രൈ മാംഗോ ഓപ്ഷനാണ്. ഇതുമൊക്കെ ചേർത്ത് മിക്സിയിൽ പൊടിച്ച് വയ്ക്കുക. അതിന് ശേഷം 2 സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം വെല്ലം, ഒരു 1/2 കിലോ വെല്ലം നമ്മൾ ചെറിയ ചൂടിൽ അങ്ങനെ ചൂടാക്കി കൊണ്ടിരിക്കുക, കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് ശേഷം അത് നല്ലപോലെ പാവായോ എന്ന് നോക്കാൻ, അത് അടിയിൽ പോയി കഴിഞ്ഞാൽ പാവായി, വെല്ലം പാവ് ആയി എന്ന് നോക്കണം. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച പൊടി ഉണ്ടല്ലോ, അതിനെ ഇടുക. അതിൻ്റെ ഉള്ളിലിട്ട് ഒന്ന് ഇളക്കുക. അപ്പോൾ നല്ല സ്മെല്ല് വരും. നിങ്ങൾക്ക് നല്ലൊരു സ്മെല്ല് നമുക്ക് വരും ഇങ്ങനെ ഇടുമ്പോൾ. അതിന് ശേഷം കുറച്ചൊന്നത് ചൂടായ ശേഷം നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ് ഇടുക. ഇത് നമ്മൾ കൈവിടാണ്ട് ഒരു 20 മിനിറ്റ്സ്, അതൊന്ന് കട്ടിയായൊരു പരുവം വരുന്നവരെ നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലപോലെ ഇളക്കണം. അത് നല്ല കട്ടിയാവണം. ഇപ്പം ആയിട്ടില്ല, ഇനി കുറച്ചുകൂടെ നേരം കഴിഞ്ഞാൽ കട്ടിയാവും. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു പഞ്ചസാര പൊടിച്ച് വയ്ക്കണം. അതിൽ ചെറിയ ഉണ്ടകളായി ഇട്ടാൽ അത് ഒട്ടിപ്പിടിക്കില്ല. ഞാൻ ഉണ്ടാക്കിയ ഇഞ്ചി മുട്ടായി നിങ്ങൾ കണ്ടുവല്ലോ, മെത്തേഡ്സൊക്കെ കണ്ടുവല്ലോ. ഇത് 1 മാസത്തോളം നമുക്ക് വെളിയിലും ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, വേണമെങ്കിൽ വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വെളിയിലും വെച്ച് നമ്മൾക്കൊരു പെപ്പർമെൻറ്റ് മാതിരി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഡൈജഷനും എല്ലാത്തിനും നന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഒരു ഫീഡ്ബാക്ക് പറയും. ഓക്കെ, താങ്ക് യു.